ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പട്ടായയിൽ വന്നിട്ട് ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോറൽ ഐലൻഡിലും ബിഗ് ബുദ്ധ ടെമ്പിളിലും പിന്നെ വൈകിട്ടൊന്ന് വാക്കിംഗ് സ്ട്രീറ്റിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നതൊക്കെ. നമ്മുടെ ഹോട്ടലിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഡ്രൈവ്. പിന്നെ നമ്മളിതേ പാർക്കിംഗ് ഏരിയയുടെ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ നമ്മുടെ കൈയുടെ പുറത്തായിട്ട് എന്തൊക്കെയോ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗ്രൂപ്പിന്റെ ബാഡ്ജാണ്. ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് കൂട്ടം തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ഓരോ ഗ്രൂപ്പിനും ഓരോ ബാഡ്ജ് വെച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കോറൽ ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ട് സ്റ്റേഷന്റെ അവിടുത്തെ പാർക്കിംഗ് ഏരിയയുടെ അവിടെയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് പട്ടായ സിറ്റി എന്ന് എഴുതി വെച്ചേക്കുന്ന അവിടെയാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മുടെ പട്ടായ ബീച്ചിന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പട്ടായ സിറ്റി എന്ന് നല്ല അടിപൊളിയായിട്ട് എഴുതി വെച്ചേക്കുന്നതാണ് അവൻ്റെ ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളിപ്പോ ഒരു ചെറിയ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒറ്റ ലൈനായിട്ട്. നമ്മുടെ ഗൈഡ് ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നല്ല വെയിലാണ്. അപ്പൊ നമ്മള് സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീനും അതേപോലെ നമ്മുടെ കൈ ഫുള്ള് മൂടുന്ന ജാക്കറ്റ് പോലത്തെ എന്തെങ്കിലും ഒക്കെ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വെയിലുണ്ട് കേട്ടോ ഇവിടെ ഫെറി സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഏരിയ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ടു കോറൽ ഐലൻഡിലേക്ക് പോവാട്ടോ. അപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് നേരിട്ട് കോറൽ ഐലൻഡിലേക്ക് പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെറി സർവീസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് പട്ടായ സിറ്റി എന്ന് എഴുതിയേക്കണ കാണാൻ പറ്റൂട്ടാ. നിങ്ങളിപ്പോ കാണുന്നതാണ് ബോട്ട് സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് കോറൽ ഐലൻഡിലേക്കുള്ള ബോട്ട്സ് എല്ലാം പോകുന്നത്. നമ്മളിതേ ഇപ്പൊ ബോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരു ക്യൂ ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഈ കാണുന്ന സ്പീഡ് ബോട്ടിനാണ് കേട്ടോ നമ്മളിപ്പോ കോറൽ ഐലൻഡിലേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് ടു കോറൽ ഐലൻഡിലേക്കല്ല പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇപ്പൊ നേരെ പോകുന്നത് പാരാസെയിലിങ്ങിന്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ പാരാസെയിലിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഓരോ ആക്ടിവിറ്റീസിനും ഓരോ പ്ലാറ്റ്ഫോം വെച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പാരാസെയിലിങ്ങിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർ വാട്ടർ സീ വാക്ക് ഉണ്ട്. അപ്പൊ അതിന് വേറൊരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവുള്ളൂ. അങ്ങനത്തെ നല്ലൊരു അടിപൊളി ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാരാസെയിലിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. ഇതുപോലെ തന്നെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് പാരാസെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസ് എല്ലാം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. First number is parasailing where you sit now. This is parasailing platform. You can see parasailing. When we finish parasailing, we will move to another platform, undersea walk. In undersea walk, we have to see corals live there. Corals comes in animal species. They can breathe, and also we use as a diamond, gemstones. One of the most beautiful coral in Asia is here in Padai, Thailand. That's why it's called Coral Island. And today, your main activity is undersea walk. When we finish undersea walk, we will move to island. In island, we will do 2 activities, jet ski and banana boat. All these 4 activities are 100% safe, and we allow 5-year children to 75 years. മെയിൻ ആയിട്ട് ഇവിടെ 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇത് 4 കൂടി ചെയ്യാനായിട്ട് 2000 ബാത്ത് ആവും. ഞങ്ങൾ പാരാസെയിലിംഗ് ജെറ്റ് സ്കി ആണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മളിതേ പാരാസൈലിംഗ് ചെയ്യാൻ പോവാണ്. അപ്പൊ പാരാസൈലിങ്ങിന്റെ പി ഒക്കെ നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ടായിട്ട് കയറുമ്പോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പാരാസൈലിങ്ങും അതുപോലെ തന്നെ ജെറ്റ് സ്കീം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജെറ്റ് സ്കീ വേറൊരു ഐലൻഡിലാണ് കേട്ടോ. അത് നമ്മള് കോറൽ ഐലൻഡിൽ ചെല്ലുമ്പോഴാണ് ജെറ്റ് സ്കീ നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇറക്കി. ഹലോ, അതൊക്കെ ആദ്യത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എന്നുവെച്ചാ ഇത് കയറി പോയാൽ മതി, പിന്നെ നമ്മൊന്നും ചെയ്യണ്ട, അവരായിട്ടെല്ലാം ചെയ്തോളൂ. ബോധം കെട്ട് വീണാലും അവരിറക്കിക്കോളും. മറ്റേക്ക് ആകുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടി പോകുമ്പോൾ ഈ പ്രഷർ കാത് വേദന എടുക്കും. ഇവിടെ ആ സീനൊന്നുമില്ല, നേരെ പോവാ. അടിപൊളി ഒരു എക്സ്പീരിയൻസ്, അടിപൊളി. ആർക്കാണെങ്കിലും ട്രൈ ചെയ്യാം. അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങള് ഇവിടെ വരികയാണെങ്കിൽ പാരാസൈലിംഗ് എന്തായാലും ചെയ്യണം. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇടൂലേ, അപ്പൊ അത് ഭയങ്കര ടൈറ്റ് ആണ്. അതൊരു ഇത്തിരി അൺകംഫർട്ടബിൾ ആയിരിക്കും ചിലർക്കൊക്കെ. എനിക്ക് ഈ ഒരു ഭാഗം നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തായാലും ചെയ്യണം. നമ്മള് കുറെ ഡ്രസ്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സും മാറ്റ്സും. ഇന്നിപ്പോ കോറൽ ഐലൻഡിലേക്കാ പോകുന്നത്. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള കുറെ ഷർട്ട്സ് ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് പാരാസൈലിംഗ്? നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യത്തെ ഒരു അനുഭവമാണ്. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും പോയി ശീലത്തോട് അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അതായത് കടലിൽ പോയുള്ള മറ്റേ സ്പീഡിലുള്ള പോകുന്ന ആ പോക്കും, പിന്നെ പാരച്യൂട്ടുള്ള അനുഭവം, പാരച്യൂട്ടിലെ കാര്യമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. നമ്മൾ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 5 ദിവസം കിട്ടുന്നു. ഒരു നല്ലതല്ല, കുഴപ്പമില്ല, നല്ല ഇത്. അടുത്ത രീതിയിലേക്ക് പിന്നെ ഈ പ്രായത്തിലായ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലാണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. വളരെ സന്തോഷമായിരുന്നു, നല്ല ഒരു യാത്ര. ഇനിയിപ്പോൾ അടുത്ത ദ്വീപിലേക്ക് ഞങ്ങൾ പോവുകയും. ഓക്കെ, ഇനി ഞങ്ങൾ സ്ട്രെയിറ്റ് ടു കോറൽ ഐലൻഡിലേക്ക് പോണേട്ടാ. അവിടെ വെച്ചിട്ടാണ് മറ്റേ ജെറ്റ് സ്കീ അതേപോലെ ബനാന ബോട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത്. വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്ന് കേട്ടോ. ഓക്കെ, നമ്മള് ബോട്ട് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇപ്പൊ. ഇനി നമ്മൾ വന്ന ബോട്ടിൽ തന്നെ കയറിയിട്ട് അണ്ടർ സീ വാക്ക് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഈ കാണുന്നതാണ് അണ്ടർ സീ വാക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരെ കുറച്ചുപേരെ നമ്മൾ അവിടെ ഇറക്കിയിട്ട് നമ്മളിനി നേരെ പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഉള്ളത് കോറൽ ഐലൻഡിലാണ് കേട്ടോ.
അപ്പൊ നമ്മൾ ദേ ഇപ്പോൾ ഉള്ളത് കോറൽ ഐലൻഡിലാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു വഴിയരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ കോറൽ ഐലൻഡിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവിഴപ്പുറ്റുകളുടെ ദ്വീപം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് തായ്ലാൻഡ് എന്നും കൂടി ഇതിന് പേരുണ്ട്. മൊത്തത്തിൽ ഒരു നീലമയമായിരുന്നു കേട്ടോ ആ ഒരു കടല് കാണാൻ. അതുപോലെ തന്നെ ആ ഒരു മണ്ണും നല്ല വൈറ്റ് കളറിലെ മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു ആക്ടിവിറ്റി കൂടി പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്കാണ് കേട്ടോ, ജെറ്റ് സ്കി. അപ്പൊ ഇത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ണിനൊക്കെ പൊളകയാണ്. എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ്? പിന്നെ ബീച്ചിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ കുറെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറെ പേര് ഫുഡ് ഐറ്റംസ് ഒക്കെ ധാരാളം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ മെനു. അപ്പൊ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും. ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കോക്കനട്ട് ഐസ്ക്രീമിന്റെ ഒരു കട ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങാം കേട്ടോ. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട്. കുറെ വെറൈറ്റി ഡ്രസ്സസ്, ബീച്ചിന് പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇവിടെ ധാരാളം ഉണ്ട്. പിന്നെ അതെ ഈ ഒരു വണ്ടി കണ്ടില്ലേ, ഇത് നമുക്ക് ഈ ഒരു ഐലൻഡ് മൊത്തത്തിലൊന്ന് കറങ്ങി കാണാൻ വേണ്ടി ഈ വണ്ടി യൂസ് ചെയ്യാം. നമുക്ക് റെന്റിന് 1 മണിക്കൂർ നേരത്തേക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. 1 മണിക്കൂർ നേരത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത് 300 ബാത്താണ് കേട്ടോ. പിന്നെ ഇവിടെ റിസോർട്ടും ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഫുഡ് സ്പോട്ടിലാണ് ഉള്ളത്. ഇവിടെ ഒരു ചിക്കൻ ഫ്രൈ പോലത്തെ ഒരു സംഭവം കണ്ടിട്ട് വാങ്ങി, എല്ലാവരും വാങ്ങി കഴിക്കണം കണ്ടിട്ട് വാങ്ങി കഴിച്ചതാണ്. വലിയ കാര്യമായിട്ട് ഉപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ദേ കോറൽ ഐലൻഡിൽ നിന്ന് പോകാനുള്ള നമ്മുടെ സമയം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ തിരിച്ച് ബോട്ട് സ്റ്റേഷൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ പട്ടായ സിറ്റിയുടെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 100 ബാത്താണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ്. അങ്ങനെ ഇതേ ഹോട്ടലിൽ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പൊ സ്ട്രെയിറ്റ് പോകുന്നത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഇതിന്റെ എൻട്രൻസിന്റെ 2 സൈഡിലും 2 വലിയ 7 തലയുള്ള സർപ്പങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ 170 സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്താനായിട്ട്. ചെറിയ സ്റ്റെപ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ കയറാനായിട്ട് സാധിക്കും. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, വാട്ട്ഫ്രായി. ഈ കാണുന്നത് മണി ട്രീ ആണ്. തായ്ലാൻഡിലെ ബുദ്ധക്ഷേത്രങ്ങളിൽ കദിന എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അപ്പൊ ആ സമയത്ത് ജനങ്ങൾ ബുദ്ധന് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് കേട്ടോ ഇത്. ഇവിടെ ബിഗ് ബുദ്ധ അല്ലാണ്ട് വേറെ ഒരുപാട് ബുദ്ധ പ്രതിമകൾ ഉണ്ട് കേട്ടോ. ഓരോന്നും വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. എല്ലാം തന്നെ ഗോൾഡൻ കളറിലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കമായിരുന്നു കേട്ടോ എല്ലാം കാണാൻ തന്നെ. ഒരുപാട് പേര് വന്നത് ഇവിടെ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാംനെസ് ആയിരുന്നു ഇവിടെ ഫുൾ ഉണ്ടായിരുന്നത്. ഇതാണ് ഭണ്ഡാരപ്പെട്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ. അതുപോലത്തെ ഒരു സംഭവമാണ്. ബുദ്ധന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മാലയും ചന്ദനത്തിരി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിന്റെ അടുത്ത് തന്നെയായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തായ്ലാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മെജോറിറ്റി ബുദ്ധിസ്റ്റുകളായിരിക്കും കേട്ടോ. ബുദ്ധമതത്തിലുള്ളവരാണ് ധാരാളം ഉള്ളത്. ക്രിസ്ത്യാനിറ്റി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് തായ്ലാൻഡിൽ.
ബാക്കി കാണുന്ന ബുദ്ധയുടെ ഈ ഒരു രൂപം കണ്ടില്ലേ, അതിന്റെ വയറിന് നടുക്ക് തന്നെ ഒരു ഹോള് കണ്ടില്ലേ, അതിൽ കറക്റ്റ് ആയിട്ട് കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം. ഇത് ലാഫിംഗ് ബുദ്ധയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ലാഫിംഗ് ബുദ്ധയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇവിടെ കുറെ സ്പൈറൽ ഷേപ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ കോയിൻസ് വീഴാണ്ട് ഇങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു കാര്യം. ആ കാര്യം പ്രാർത്ഥിച്ച ശേഷവും ഈ കോയിൻ വീഴാണ്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം സാധിക്കുമെന്നാണ് കേട്ടോ വിശ്വാസം. ഈ ബുദ്ധ ടെമ്പിളിന്റെ അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഈ പട്ടായ സിറ്റിയും അതിനോട് ചേർന്നുള്ള ജോംടിയാൻ ബീച്ചും കാണാനായിട്ട് സാധിക്കായിരുന്നു. ഈ സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. 1940 ഈ ഒരു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകുന്നത്. അതുപോലെ തന്നെ ഈ ബിഗ് ബുദ്ധന്റെ ഈ ഒരു പ്രതിമയുടെ പണി പൂർത്തിയാകുന്നത് 1977 ആണ്. പിന്നെ ഇവിടെ നിങ്ങൾ വരുമ്പോൾ ബോഡി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ഒക്കെ അവോയ്ഡ് ചെയ്യാട്ടോ. പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. ബുദ്ധക്ഷേത്രത്തിൽ നിന്ന് നേരെ പോയത് ടെർമിനൽ 21 അടുത്തുള്ള ഒരു സ്ട്രീറ്റിലേക്കാണ്. എടുക്കണ എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മൾ ഫുൾ ആ ഒരു സ്ട്രീറ്റ് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറെ കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സ്ട്രീറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ നേരെ മസാജ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മസാജ് ചെയ്യാനായിട്ടാണ്. ഇന്ന് നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസ് ചെയ്തു, കുറെ നടന്നു. അപ്പോൾ പറ്റിയൊരു സ്പോട്ടായിരുന്നു ഇത്. സായിത്രി തായ് മസാജ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോളിലായിരുന്നു സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അവർ കുറേ ബെഡ്സ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഡ്രസ്സും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഇട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ റെഡി ആവേണ്ടത്.
1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മസാജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. അടിപൊളിയാവുന്നേട്ടാ. നല്ല റിലാക്സേഷൻ ആയിരുന്നു. തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ ജോയിൻസും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് തായ്ലാന്റ് വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ മസാജ് ചെയ്യണം. അടിപൊളിയായിരുന്നു. നമ്മള് ഏത് ട്രഡീഷണൽ മസാജ് ആണ്. അതെ, ട്രഡീഷണൽ മസാജ് ആട്ടെ ചെയ്തേ. അത്രേ ഉള്ളൂ. ഇനി ഞങ്ങള് നേരെ അങ്ങോട്ടാ നമ്മള് പോണത്? ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോണേട്ടാ. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റിൽ ചെന്നപ്പോഴത്തേക്കും മുതലിറച്ചി വാങ്ങിയിട്ടുണ്ടേ. അതുകൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതെന്തൊക്കെ ചട്നിയാണ്? മയണൈസും കാന്താരി ചട്നിയാണ്. മുതലിറച്ചിയാണ് ഇത്. കട്ടി ഫ്രൈ ചെയ്തിട്ട മുതലിറച്ചി. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് അല്ലേ? ചിക്കനേലും ടേസ്റ്റ് ഉണ്ടോ? കാന്താരി ചട്നിയിൽ മിക്സ് ചെയ്ത് മയണൈസും കഴിക്കുമ്പോൾ അടിപൊളി. പിന്നെ നമ്മൾ വോക്കിംഗ് സ്ട്രീറ്റിലേക്കൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയിട്ട് അച്ഛനും അമ്മയൊക്കെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. എന്തെന്നാണ് മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിന് 2 കളർ. എനിക്കതാ ഇഷ്ടപ്പെട്ടു. പണ്ട് നമ്മ ഇടിയപ്പം ആലോചിച്ച് ഞങ്ങളിതേ ഹോട്ടലിലേക്ക് ചെന്ന് വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ 100 ബാത്തൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അരികത്തുള്ള 7-Eleven സ്റ്റോറിലേക്ക് വന്നിട്ടാണ്. ഇവിടെ 25 ബാത്തൊക്കെ ഉള്ളൂ വെള്ളത്തിന്. അപ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയിട്ടുള്ളത് ഈ 7-Eleven സ്റ്റോറിൽ നിന്നാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയാനായിട്ട് കാരണം ഇവിടെ തായ്ലാൻഡിൽ ഒട്ടുമിക്ക ഷോപ്സിലും നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാ പ്രൊഡക്ട്സും. അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നത് ഈ 7-Eleven സ്റ്റോറിലാണ്. ഇവിടെ കുറേ ബോട്ടിൽ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12 ബാത്ത് 25 ബാത്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. 12 ബാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു 30 സംതിങ് ഒക്കെ വരും. അതുപോലെ തന്നെ ലേസ് ഒക്കെ നോക്കിക്കേ, 59 ബാത്താണ് പറയുന്നത്. ഇന്ത്യൻ റുപ്പി ഒരു 100 ഒക്കെ വരും. പിന്നെ ഇവിടെ മുട്ട വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ഇവിടെ 92 ബാത്താണ് പറയുന്നത്. ഏകദേശം ഒരു 200 സംതിങ് നമ്മുടെ ഇന്ത്യൻ റുപ്പി വരും. നമുക്ക് കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയത് 7-Eleven സ്റ്റോറിൽ നിന്നാണ്. പിന്നെ കിംച്ചിയുടെ ഒരു കപ്പ് ന്യൂഡിൽസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ടീ വെച്ചേക്കുന്നത്, പുഴുങ്ങിയിട്ട് വെച്ചേക്കുന്നതാണ്. ഒരുപാട് വെറൈറ്റി കേക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാൻഡൻ ലീവ്സ് വെച്ചുണ്ടാക്കിയിട്ടുള്ള കേക്കാണ് ഈ കാണുന്നത്. അതൊരു ഇലച്ചെടിയാണ്, അത് വെച്ചുണ്ടാക്കിയുള്ള കേക്ക്. ദേവിയുടെ ടോബ്ലറോണിന്റെ മിഠായി ഇരിപ്പുണ്ടായിരുന്നു. 39 ബാത്താണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞങ്ങൾ 7-Eleven നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.